നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. മാനവ ജീവചരിത്രം തിരുത്തി കുറിക്കുന്ന നവയുഗ ഭരണ പരിവർത്തനം സംബന്ധിച്ചുള്ള സുപ്രധാന വീഡിയോ. വിഷയം മരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്നതാണ്. വളരെ ഏറെ ഗൗരവതരമായ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പോകാം വീഡിയോയിൽ. വിരുദ്ധമായ പണം എന്ന മഹാമാരണം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അതിന്ന് ലോകം കീഴടക്കി വാഴുന്നു. ജനങ്ങളെയെല്ലാം അതിൻ്റെ അടിമകളാക്കി ചൊൽപ്പടിയിൽ നിർത്തി നിയന്ത്രിച്ച് മനുഷ്യനും മനുഷ്യജീവനും വിലപേശി വിൽക്കുന്നു. അങ്ങനെ മനുഷ്യനെ വെറുമൊരു കച്ചവടച്ചരക്കാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ തന്നെ മനുഷ്യനും മനുഷ്യജീവനും പണത്തിനുമേൽ ഒന്നുമേ അല്ല. അതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. വിലയും നിലയും ബഹുമാന ആദരവും മഹത്വവും പണത്തിന് മാത്രം കൽപ്പിക്കുന്ന ഏത് പാർട്ടിയും ഭരണ സംവിധാനവും ഭരണം നയിച്ചാലും മനുഷ്യൻ്റെ ഗതി ഇത് തന്നെയായിരിക്കും എന്നതിൽ ആർക്കും സംശയം വേണ്ട. ഇവിടെ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ കൂടാതെ മില്യണിൽ പരം വിവിധ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ ആവശ്യമായ എന്തും ഭൂമിയിൽ സുലഭമാണ് എന്നതാണ്. ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന പ്രകൃതി സത്യത്തിന് പുല്ല് വിലയും കൽപ്പിക്കാതെ മനുഷ്യൻ പ്രകൃതിയെ ധിക്കരിച്ച് തന്നിഷ്ട തോന്നിയവാസ ഭരണ സംവിധാനം നടപ്പിലാക്കി അതിൻ്റെ ഫലമായി പ്രകൃതി വിരുദ്ധമായി അവൻ സൃഷ്ടിച്ച പണം എന്ന മഹാമാരണം കൂടാതെ ജീവിതം സാധ്യമല്ലാത്ത അവസ്ഥ. അങ്ങനെ പണത്തിന് വേണ്ടി ജീവിക്കൂ, അതിനു വേണ്ടി മരിക്കൂ എന്ന മനുഷ്യത്വരഹിതമായ അവസ്ഥയാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്നത്. അതിനാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ 78 വർഷങ്ങളായി ജനങ്ങളെ പണം കൊണ്ട് ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുന്ന ജനദ്രോഹ നടപടികൾ ഇവിടെ വിവരിക്കുന്നില്ല. കാരണം നാമെല്ലാം അതിൻ്റെ അനുഭവസ്ഥരാണ്, ഇരകളാണ്. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടത് അത്യന്തം അനിവാര്യമായി. ഉദയം കൊണ്ട നവയുഗ രാഷ്ട്രീയ പാർട്ടിയാണ് NGP എന്ന ന്യൂജൻ പാർട്ടി. ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാകെ നടന്നു വരുന്നുണ്ട്. മാനവ ജീവചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള നവയുഗ ഭരണ പരിവർത്തനം നടപ്പിലാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി 2029 മുതൽ NGPയെ ഭരണത്തിലേറ്റുവാൻ ഏവരും NGPയിൽ അണിചേരുക. ഭരണം വന്നാൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങളിൽ ചിലത് ഇവിടെ സൂചിപ്പിക്കാം. 1. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനം. 2. ഭൂമി ഏവർക്കും സ്വന്തം. ഒരു ഭൂമി, ഒരു മനുഷ്യൻ. അതിരുകളോ അതിർത്തികളോ ഇല്ല. 3. ജനങ്ങൾക്കെല്ലാം സർക്കാർ വക വീടുകൾ. 4. ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം പൊതുഭക്ഷണ വിതരണ കമ്മ്യൂണിറ്റി കിച്ചണുകൾ. 5. ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സന്തോഷാനന്ദ നവയുഗ ജീവിത സാഹചര്യ പരിവർത്തനം. 6. പണം എന്ന മഹാമാരണം ഇല്ലാത്ത ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന പ്രകൃതി സത്യ ജീവിത സംസ്കാരം. 7. ആർക്കും ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത നവയുഗ സ്വതന്ത്ര സന്തോഷ ജീവിത സാഹചര്യം. ഇവ കൂടാതെ ഇനിയും ധാരാളം പറയുവാനുണ്ട്. തൽക്കാലം ഇത്രയിൽ നിർത്തുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.